നുസൈബയുടെ ജീവിതം ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തൻ്റെ ഇക്കയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടും ഇക്കാക്ക് തന്നോട് യാതൊരു രീതിയിലുള്ള ഒരു സ്നേഹവുമില്ല. എന്ന് 12 മണിയായിട്ടും ഇക്കാനെ കാണുന്നില്ല. അവൾ കാത്തിരുന്ന് കാത്തിരുന്ന് കുഴങ്ങി. അല്ലാ, ഉറക്കം വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ 12 മണി കഴിഞ്ഞു, ഇതാ 1 മണിയോടടുക്കുന്നു. നുസൈബ് ഫോണെടുത്ത് നോക്കി. ഇല്ല, ഓൺലൈനിലും കാണുന്നില്ല. പഠിച്ചോനെ, എങ്ങോട്ട് പോയി ആവോ? വിളിച്ചു നോക്കാൻ ധൈര്യമില്ല. അഥവാ വിളിച്ചാൽ തന്നെ തെറി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പേടിയാണ്. പക്ഷെ ഓൺലൈനിൽ അതും കാണുന്നില്ല. എന്തു പറ്റി? എങ്ങോട്ടാണ് പോയത്? എനിക്കറിയില്ല. അപ്പേ ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം മുഴങ്ങി. കൂടെ 2-3 ആണുങ്ങളുടെ സൗണ്ടും. നുസൈബ പെട്ടെന്ന് പേടിച്ചു പോയി. പഠിച്ചോനെ, എന്താണ്? താഴെ മൂത്തച്ചിയും മൂത്തച്ഛനും കിടക്കുന്നുണ്ട്. ഉമ്മയും. അവരുടെ സംസാരം കേട്ടിട്ട് അവരെല്ലാവരും ഉണർന്നിട്ടുണ്ട്. നുസൈബ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി നോക്കി. അതാ തൻ്റെ ഇക്കയെ താങ്ങി പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നു 2-3 ആളുകൾ. ഒരു നിമിഷം നുസൈബ തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു. അല്ലാ, ഇക്കാക്ക് എന്താ? ഹേയ്, ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. കുറഞ്ഞ രീതിയിലുള്ള പരിക്കുകൾ കൊണ്ട് രക്ഷപ്പെട്ടു. നീ ഇങ്ങനെ നേരല്ലാത്ത നേരത്തൊന്നും ആയി. പടച്ചോനെ, എന്നെ കൊണ്ട് ഫൈസലിനെ എങ്ങനെ നോക്കാൻ കഴിയും? പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? ഉമ്മ കരയാൻ തുടങ്ങി. എന്താണ്? എന്തോ ഉമ്മ? അല്ല, എന്തൊരു കാട്ടിലായിരുന്നു. പാവ ആ പെണ്ണായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ ഓൻ്റെ ഒരു അവസ്ഥ വന്നത്? പടച്ചോനെ, പിന്നത് ഉമ്മക്ക് ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനെ. നുസൈബ ഇക്കയെ പതുക്കെ ഇക്കയുടെ ആ മുഖം കണ്ടപ്പോൾ സങ്കടമായി. കൈകാലുകളെല്ലാം അവൾക്ക് വേണ്ടി നല്ല സോഫ്റ്റായ ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇക്ക, ഭക്ഷണം. ഇന്നലെ വരെ അത് കണ്ടില്ലേ, ഭക്ഷണത്തിന് ശേഷം എന്നാണ്. അവന് നല്ല രീതിയിൽ ഇപ്പൊ കണ്ടില്ലേ അവന്റെ കിടപ്പ്, കയ്യും കാലും അനക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ആ പെൺകുട്ടി ഉണ്ടായതുകൊണ്ട് ആ ഭക്ഷണമൊക്കെ നേരത്തിന് കൊടുക്കണേ, ഒക്കെ വൃത്തിയാക്കി കൊടുക്കണേ, ഒക്കെ ചെയ്യണേ. നുസൈബ ഇക്കാക്ക് ഞാനൊന്നും പറയണില്ല. എളാപ്പാന്റെ കുട്ടി ഉമ്മയെ അസ്സലാമു അലൈക്കും.